എല്ലാവർക്കും സെമീനാസ് കുക്കറിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ തന്തൂരിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അവന് ഗ്രില്ലൊന്നും ഇല്ലാതെ ഫ്രൈ പാനിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചിക്കൻ തന്തൂരി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് 4 വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് മുറിച്ചിട്ടുള്ളത്. അപ്പോൾ വലിയ കഷ്ണങ്ങൾ അതല്ലെങ്കിൽ മീഡിയം സൈസ് കഷ്ണങ്ങളൊക്കെ ആക്കാം. ഇനി എല്ലാ കഷ്ണങ്ങളിലും മസാല നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിൽ വെള്ളമൊന്നും ഉണ്ടാകാൻ പാടില്ല. മസാല തേക്കുന്നതിന് മുമ്പായിട്ട് ചിക്കനിലെ വെള്ളമൊക്കെ നന്നായിട്ട് തുടച്ചെടുക്കണം. നമുക്കിതിലേക്കുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 1/2 കപ്പ് കട്ട തൈരാണ് ചേർക്കുന്നത്. അപ്പോൾ തൈര് എടുക്കുമ്പോൾ നല്ല കട്ട തൈര് തന്നെ എടുക്കാനായിട്ട് നോക്കണം. എന്നാൽ മസാല ഉണ്ടാക്കുന്ന സമയത്ത് ചിക്കനിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു വരും. ഇനി കട്ടത്തൈര് ഉണ്ടാക്കാനായിട്ട് ഒരു തുണിയിലേക്ക് കുറച്ച് തൈര് എടുത്ത് കുറച്ച് നേരം ഒന്ന് കെട്ടി വെക്കുകയാണെങ്കിൽ അതിലെ വെള്ളം കുറച്ച് കഴിയുമ്പോൾ പോകും. എന്നിട്ട് ആ തൈര് എടുത്ത് ഉപയോഗിച്ചാൽ മതി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരച്ചെടുത്തതാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. അപ്പോൾ ഇതിപ്പോൾ ചേർക്കുന്നത് ഒരു കളറിന് വേണ്ടിയിട്ടാണ്. ഇനി എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു മസാലയായിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ലൂസായിട്ടുള്ള തൈര് ചേർക്കുകയാണെങ്കിൽ മസാലയും ലൂസായി പോകും. അപ്പോൾ നമ്മൾ ചിക്കനിലേക്ക് മസാല പുരട്ടുന്ന സമയത്ത് അതിലേക്ക് പിടിക്കുകയില്ല. പിന്നെ ചിക്കൻ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ വിചാരിച്ച ടേസ്റ്റ് കിട്ടുകയും ഇല്ല. അപ്പോൾ എപ്പോഴും മസാല ഉണ്ടാക്കുന്ന സമയത്ത് നല്ല കട്ട തൈര് തന്നെ ഉപയോഗിക്കാനായിട്ട് നോക്കണം. ഇനി ഇതിലേക്ക് ഇപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മസാലയൊക്കെ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി മസാല ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല എത്തുന്ന രീതിയിൽ വേണം തേച്ച് കൊടുക്കാൻ. ചിക്കനിലെ ആ വരഞ്ഞ ഭാഗത്തൊക്കെ മസാല എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. ഇപ്പോൾ ചിക്കനിലെ മസാലയൊക്കെ നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ക്ലിംഗ് റാപ്പ് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. എന്നിട്ട് കുറഞ്ഞതൊരു 4 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഞാനിപ്പോൾ ഇതിവിടെ ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. അപ്പോൾ ഓവർനൈറ്റൊക്കെ വെക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് കിട്ടും. അപ്പോൾ മാക്സിമം കൂടുതൽ സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. പാൻ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ബട്ടർ പാനിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് ആക്കി കൊടുക്കാം. ഇപ്പോൾ ബട്ടറിന് പകരം ഓയിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 പീസാണ് ആദ്യം കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ക്രൗഡായിട്ട് ഒരിക്കലും കുക്ക് ചെയ്തെടുക്കരുത്, നന്നായിട്ട് കുക്കായി കിട്ടില്ല. ഇനി ഇതിൻ്റെ ഓരോ വശവും ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് 2 മിനിറ്റ് ഒന്ന് ആദ്യം കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വശം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മറ്റേ വശവും 2 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ വീണ്ടും 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ വശവും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഓരോ വശവും 10 മുതൽ 15 മിനിറ്റ് വരെ കുറഞ്ഞ തീയിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ എടുക്കുന്ന ചിക്കൻ പീസസിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് കുക്കിംഗ് ടൈമിലും വ്യത്യാസം വരും. അപ്പോൾ ഇടയ്ക്കിടെ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. എപ്പോഴും ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സെക്കൻഡ് ട്രിപ്പ് ഇതിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഈ സെയിം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കരുത്. ഈ പാന് നന്നായിട്ട് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ നെക്സ്റ്റ് ട്രിപ്പ് ഇട്ട് കൊടുക്കാൻ പാടൂ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇത് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആദ്യം ചെയ്ത അതേ രീതിയിൽ തന്നെ ബട്ടർ ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആദ്യം കുക്ക് ചെയ്ത അതേ രീതിയിൽ തന്നെ ഇതും കുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ചാർക്കോൾ ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഒരു ചാർക്കോൾ എടുത്ത് ഫ്ലെയിമിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ ഇതിന് പകരം ചിരട്ടയുടെ കനൽ ഉപയോഗിച്ചാലും മതി. ഇപ്പോൾ ചിക്കൻ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഓരോ ചിക്കൻ പീസസ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ബൗൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ഫോയിൽ പേപ്പർ കൊണ്ടുള്ള ഒരു ബൗളാണ് ഞാനിപ്പോൾ വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചൂടാക്കി വെച്ച് ചാർക്കോൾ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് പുക വരും. ഇനി ഇത് കുറഞ്ഞത് ഒരു 3 മിനിറ്റെങ്കിലും അടച്ചു വെക്കണം. ഈ പുകയുടെ ടേസ്റ്റൊക്കെ ചിക്കനിലേക്ക് നന്നായിട്ട് പിടിച്ചു വരാനാണ് ഇങ്ങനെ ചെയ്യുന്നത്.
ഇപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ നമ്മുടെ ഡെലീഷ്യസ് ആയിട്ടുള്ള പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ചിക്കൻ തന്തൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എടുത്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു ഈസി റെസിപ്പിയുമായിട്ട് വരാം. താങ്ക്